ദിയമോളെ നീ സ്വപ്നം കണ്ടതായിരിക്കും. കാരണം ദേവുവിന്റെ നിലവിളി കെട്ടി ഞാൻ അങ്ങോട്ട് പോകുമ്പോ നീ ഉറങ്ങുമായിരുന്നു. അല്ലമ്മ, ഞാനും എണീറ്റേനു. അമ്മയും ചേച്ചിയും കൂടി അപ്പുറത്തെ കാറ്റ്കസിനെ നോക്കണതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാനും ദിയമോളും ഒരേപോലെ കാറ്റ്കസിനെ കാണുമോ? ദിയമോളും ദേവ ചേച്ചിക്ക് പറയുന്നത് സത്യമാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതും കൂടി കേട്ടിട്ട് നിങ്ങളൊരു കൺക്ലൂഷൻ എത്തിക്കും. ദിയമോളതൊരു വലിയ പ്രശ്നമാണെങ്കിൽ മുമ്പ് പറയുന്നത് തന്നെ നല്ലത്. അല്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ നമ്മുടെ തലയിലിരിക്കും. അതുകൊണ്ട് ആ കാര്യം ഇവരോട് പറഞ്ഞേക്കാം. എന്താ കാര്യം? അത് ദേവ് ചേച്ചി ഇന്നലെ ദിയേനൊന്ന് പ്രാങ്ക് ചെയ്തായിരുന്നു. ഒരു 8 കാലി പ്രാങ്ക്. അതും ഇതും തമ്മിലെന്താ? ബാക്കി കൂടെ കേക്ക്, അപ്പൊ മനസ്സിലാവും. അപ്പൊ ആ കാറ്റ്കസിനെ നിങ്ങൾ പുറത്തെടുത്തോ? അതിന്റെ ബാറ്ററി ഒക്കെ എടുത്തന്ന് വലിച്ചെറിഞ്ഞായിരുന്നല്ലോ. ബാറ്ററി ഞങ്ങള് പുതിയതിട്ടു. ഇപ്പൊ കാര്യം ക്ലിയർ ആയി. അലക്സയില് പാട്ട് വെച്ച് ദേവ് ഉറങ്ങി. ആ പാട്ട് ആ ടോയ് ഏറ്റുപാടി. അത് കേട്ട് ദേവ് പേടിച്ചു. അപ്പൊ ഞാൻ കണ്ടതോ? നീയോ? നീ ആ കാറ്റ്കസിനെ ഓർത്ത് കിടന്ന് സ്വപ്നം കണ്ടതായിരിക്കും. അമ്മ പറഞ്ഞതുപോലെയാണെങ്കിൽ അലക്സ പാടിയ പാട്ട് വേണം ആ കാറ്റ്കസ് പാടാന്. അതും ഉടനെ തന്നെ. ഇത് പാടിയത് വേറെ ഏതോ പാട്ട്. അതും ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് എപ്പോഴോ. അതുപോലെ ദിയമോൾ സ്വപ്നം കണ്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അവൾ എങ്ങനെ കേട്ടു? പിന്നെ ദിയയുടെ റൂമിൽ പാട്ട് പാടുന്ന സൗണ്ട് കേട്ട് നിങ്ങൾ ചെന്നപ്പോ വാതിലെങ്ങനെ അടഞ്ഞു? പിന്നെ അലമാര തുറന്നപ്പോ എന്നോട് ഇങ്ങോട്ട് സംസാരിച്ച എങ്ങനെ? ബാക്ക്ഗ്രൗണ്ട് മാറിയൊക്കെ പിന്നെ തോന്നിയാണെന്ന് വിചാരിക്കാം. എന്തോ പ്രശ്നമുണ്ടമ്മ. അതെ, എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ വരട്ടെ. ദേ ഇത് നോക്കിക്കേ. ഈ ടോയ് പലതരത്തിലുണ്ട്. തിരിച്ച് സംസാരിക്കുന്നത്, വെറുതെ സംസാരിക്കുന്നത്, ഹൊറർ, എന്തിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് വരെ സംസാരിപ്പിക്കാം. അതുകൊണ്ട് ഈ കാറ്റ്കസും അതുമാതിരിയാണെന്നാണോ? ആയിരിക്കും. നിങ്ങളുടെ മാമ വാങ്ങിയതല്ലേ, അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ പറഞ്ഞതൊരു പോയിന്റ് ആണ്. കുട്ടിമാമനായതുകൊണ്ട് ഇതുപോലെ ടോയ് തപ്പി പിടിച്ച് തന്നതാവും ദിയയ്ക്ക് പ്രാങ്ക് തരാൻ. കുറച്ചേരത്തേക്കിനാണേലും ഞാനൊന്ന് പേടിച്ചു. ഞാനും. ഒഴിവാക്കി ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് വന്ന ഓരോ വണ്ടിയും വലി ഉണ്ടാക്കുന്നത് നിനക്ക് പിന്നെ ഒരു ഹോബിയാണല്ലോ. അപ്പൊ ആ പ്രശ്നം തീർന്നു. നമ്മൾ എണീറ്റ് വന്നേ, നമുക്ക് കളിക്കാം. ഇനി എന്താ? അമ്മ പറഞ്ഞതൊക്കെ സത്യമായിരിക്കാം. പക്ഷേ ഞാൻ കണ്ടത് സ്വപ്നമല്ല. അല്ലേ? Scary conditions. Listening to responses shown in your body when this one is going to interpret.
മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടൊരു പാട്ട്. ഫ്രിഡ്ജിനകത്ത് ചേച്ചി അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നല്ലോ. ആരെ ഈ രാത്രിയിൽ കരോക്കെ കേട്ട് പാട്ട് പാടുന്നത്? ഡോൾബി സിസ്റ്റം ആണല്ലോ, പല സ്ഥലത്തുനിന്ന പാട്ട്. പുറകുവശത്താണെന്ന് തോന്നുന്നു. കള്ളന്മാരുമാണോ? കള്ളനാണെങ്കിൽ ഇങ്ങനെ ഉറക്കെ പാടും. ഈ പാട്ട് പക്ഷെ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. കക്കൂസിൽ പോയിട്ട് അപ്പയൊന്നും വന്നില്ല. ഞാനമ്മ ദേവു, വാതിലോർക്ക്. അമ്മ കേക്കസായിരിക്കോ? ദേവ് തന്നെയാ. ആ കാക്ടസിനെ ബാത്റൂമിൽ നിന്ന് കഴുത്തിരിച്ച് കൊല്ലാൻ നോക്കി. ബാത്റൂമിന്നോ? ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോ അതിനകത്ത് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതൊരു സാധാരണ ടോയ് അല്ല, എന്തോ പ്രേതവാദമുള്ള ടോയ് ആണ്. ആണ്, അതെനിക്ക് മനസ്സിലായി. നീ ഒറ്റൊരുത്തിയതിനൊക്കെ കാരണം. അതിന് എനിക്കറിയോ, ഞാൻ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട്. പ്രാങ്ക് ചെയ്യാൻ എനിക്ക് പ്രേതത്തിന് മാത്രമേ കിട്ടിയുള്ളൂ. പ്രേതാണെന്ന് ഞാൻ അറിഞ്ഞോ? നിന്നോട് ആരോ അത് എടുക്കാൻ പറഞ്ഞത്? അന്നേ ഞാൻ അവനോട് പറഞ്ഞത് അതിനെ എടുത്ത് കളയാന്. അപ്പത്തേക്ക് ഞാൻ അത് താട്ടും പുറത്തെടുത്ത് വെച്ചു. പക്ഷേ അത് 2-3 കൊല്ലായതല്ലേ, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് ഇതുപോലെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അർജുൻ അതിന്റെ ബാറ്ററി ഊരി വെച്ചു. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ബാറ്ററി ഉണ്ടെങ്കിലേ ഗോസ്റ്റിന് പുറത്തു വരാൻ പറ്റുള്ളൂ. നീ ഏത് ബാറ്ററി ഇട്ടത്? പഴയതെല്ലാം ആണെങ്കിൽ ചാർജ് പെട്ടെന്ന് തീർന്നോളൂ. നീ പുതിയത് വല്ലതും വാങ്ങിയോ? ഇല്ല, ഞാൻ സ്റ്റോർ റൂമിൽ ഇരുന്ന ബാറ്ററി എടുത്തത്. ഏത്? പപ്പ വാങ്ങി വെച്ചതോ? അതെ. എന്റെ ദൈവമേ, എന്താമ്മ? ക്യാമറയുടെ ഫ്ലാഷിന് ഇടാൻ വാങ്ങിയ ഏതോ പവർ കൂടിയ ബാറ്ററി ആണത്. അപ്പൊ ഉടനെ ഒന്നും അതിന്റെ ചാർജ് തീരൂല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിന്റെ ബാറ്ററി ഊരാം. അവിടെ ചെന്ന് കേറി കൊടുക്ക്. ഇപ്പൊ നിന്ന് തരും ഊരാൻ.
ഞാൻ തന്നെ കഷ്ടിച്ചാണ് ഓടി രക്ഷപ്പെട്ടത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? തൽക്കാലം നമുക്ക് റൂമിൽ തന്നെ ഇരിക്കാം, വാതില് തുറക്കണ്ട. ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എന്ത്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ കാറ്റ്കസ് പ്രശ്നം ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 പേർക്ക് ഇവിടെ കൂട്ടായിട്ടിരിക്കാം. പക്ഷേ നിക്ക് പുറത്തല്ലേ? ആരാണ് പാട്ട് പാടുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് പാടറ, അപ്പൊ അറിയാം എനിക്കാരാണ്. ആരെയും കാണാനില്ലല്ലോ, പിന്നെ ഈ പാട്ട് എവിടുന്ന? മരത്തിന്റെ മുകളിൽ നോക്കാണോ? പുഷ്പം കൺകൾ തുറക്കവേ ഒരു കളിപ്പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ ഇരുളിൻ മറയിൽ